എൻ്റെ പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ, ആളൂർ വക്കീൽ മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതെ, ബിജു ആൻ്റണി ആളൂർ എന്ന ക്രിമിനൽ വക്കീൽ. എല്ലാ കാര്യത്തിലും സ്വന്തമായി നിലപാടും സ്വന്തമായ ശരികളുമുള്ള ആളൂർ വക്കീൽ. കേരള ജനതയുടെ സാമാന്യബോധത്തിനും നീതിബോധത്തിനും നിരക്കാത്ത തരത്തിൽ ന്യായീകരണങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി ആളൂർ വക്കീൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. സൗമ്യ വധക്കേസിലെ ഗോവിന്ദച്ചാമി, കൂടത്തായിലെ ജോളി, അമീറുൽ ഇസ്ലാം എന്ന കൊടും ക്രിമിനൽ, ബണ്ടി ചോർ എന്ന കൊടും ക്രിമിനൽ തുടങ്ങിയ വിവാദ കേസുകളിലെ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കേരള ജനതയെ അതിശയിപ്പിച്ച കാര്യമാണ്. സൗമ്യ വധക്കേസ് കേരളം ചർച്ച ചെയ്തപ്പോൾ അതിലെ പ്രതിയായിരുന്ന ഗോവിന്ദച്ചാമിയുടെ കൊടും ക്രൂരതകൾ ഒന്നൊന്നായി കേരളം ചർച്ച ചെയ്യുകയും കേരള മനസ്സ് ഗോവിന്ദച്ചാമിയെ വെറുക്കുകയും ചെയ്തപ്പോഴാണ് ആളൂർ വക്കീൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി പ്രത്യക്ഷനാവുകയും കേസ് വാദിക്കുകയും ചെയ്യുന്നത്. ക്രൂരനായ ഗോവിന്ദച്ചാമി എന്ന ക്രിമിനലിന് കടുത്ത ശിക്ഷ കിട്ടണം എന്ന് കേരള മനസ്സ് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീലായി പ്രത്യക്ഷപ്പെട്ട് ആ വെറുപ്പിൻ്റെ പങ്ക് ആളൂർ വക്കീലും ഏറ്റുവാങ്ങി. ആളൂർ വക്കീലിൻ്റെ മരണവാർത്തയറിഞ്ഞ ഈ പെൺകുട്ടിയുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കൂ. മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. കുറച്ച് മാസം മുന്നേ ഒരാളെ ഇന്റർവ്യൂ കണ്ടിട്ട് അയാളൊന്ന് ചത്തുപോയാൽ മതി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിച്ചേരുന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ തോന്നുന്നു. പിന്നെ സൗമ്യ വധക്കേസിലെ അമ്മയ്ക്കും അച്ഛനും നീതി കിട്ടി. ഈ ഗോവിന്ദച്ചാമി ചത്താലും ജീവിച്ചാലും നോ പ്രോബ്ലം. ഇയാള് ചത്തല്ല, അത് മതി. ഒരു ശരാശരി കേരള മനസാക്ഷിയുടെ പ്രതീകമാണ് ഈ പെൺകുട്ടി. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കടുത്ത തിരിച്ചടി നേരിട്ടപ്പോൾ അത് ആളൂർ വക്കീലിന് കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് കേരള മനസാക്ഷി രേഖപ്പെടുത്തിയത്. പ്രമാദമായ ക്രിമിനൽ കേസുകളിൽ പ്രതിഭാഗത്തിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കുക എന്നുള്ളത് ആളൂരിന് ഒരു ഹരമായിരുന്നു. അതിലൂടെ ലഭിക്കുന്ന പ്രശസ്തി അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ വളർച്ചയ്ക്കായി പ്രയോജനപ്പെടും എന്ന് കരുതിയതാവാം അതിലെ യുക്തി. മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്ന് ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റെല്ലാം നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ആളൂർ വക്കീലിനെതിരെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും വരുന്ന ആഹ്ലാദവും മോശം കമൻറ്റുകളും കാണുമ്പോൾ ചിലരുടെയെങ്കിലും മരണം കേരള ജനത ആഘോഷിക്കുന്നു എന്നുള്ളത് സത്യമാണെന്ന് തെളിയുന്നു.